രമേശ് രണ്ടാമത് വന്നിരിക്കുന്നു, കരീം മൂന്നാമതാണ്. UDF ആണ് ലീഡ് ചെയ്യുന്നത്. MK രാഘവൻ കോഴിക്കോട് ലീഡ് ചെയ്യുന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ലീഡ് 20,000 കടന്നു. വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ കേരളത്തിന്റെ ചിത്രം അങ്ങനെയാണ്. ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ചുരുങ്ങിയ ചില മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് ഈ ആദ്യ റൗണ്ട് ഫലങ്ങൾ ഔദ്യോഗികമായി വരാനുള്ളത്. പക്ഷേ അതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്? സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഫലസൂചനകളിലേക്ക് വരുമ്പോൾ 12 UDF-ഉം 7 ഇടതുമുന്നണിയും. BJP ലീഡ് ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഇടുക്കിയിലും കൊല്ലത്തുമാണ് UDF-ന്റെ വൻ മുന്നേറ്റം കാണുന്നത്. ഡീൻ കുര്യാക്കോസും കോഴിക്കോട്ടെ ഫലമാണ് ശ്രദ്ധേയം. കോഴിക്കോട്ട് 3-ാം സ്ഥാനത്താണ്. LDF സ്ഥാനാർത്ഥി കോഴിക്കോട് 3-ാം സ്ഥാനത്താണ്. അവിടെ കോഴിക്കോട്ട് BJP സ്ഥാനാർത്ഥി MT രമേശ് 2-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് MK രാഘവനാണ്. സിറ്റിംഗ് MP MK രാഘവനാണ്. എളമരം കരീം 3-ാമതായി പോകുന്നു. കോഴിക്കോട് NDAക്ക് ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്ന മണ്ഡലമല്ല, A ക്ലാസ് മണ്ഡലം പോലുമല്ല. അവിടെ 2-ാം സ്ഥാനത്ത് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും MT രമേശ് എത്തുന്നു എന്നുള്ള നിർണായകമാണ്. എന്തായാലും ഉത്തർപ്രദേശിൽ 7-1 എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. 12 UDF, 7 LDF, 1 BJP. അത് തൃശ്ശൂരിലാണ്. ദേശീയ തലത്തിലുള്ള ചിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ NDAയുടെ ലീഡ് നില 291 ഇടത്താണ്. 197 ഇടത്ത് ഇന്ത്യ മുന്നണിയുണ്ട്. 22 ഇടം എന്ന അദ്ദേഹത്തിന്റെ പട്ടിക പരിശോധിക്കണം. അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. ഉറപ്പായും ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരുന്നതാണ് വോട്ടുകൾ. പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. രാജ്യത്തെ പോരാട്ടം ഇഞ്ചോടിഞ്ചാണ്. NDAയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ള പോരാട്ടം കടുത്തത് തന്നെയാണ്. BJP ഒറ്റയ്ക്ക് 244 സീറ്റുകളിലെ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി സഖ്യകക്ഷികളുടേതാണ്. അതേസമയം കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് നില മെച്ചപ്പെടുത്താൻ കഴിയും. ഈ ദേശീയ തലത്തിലുള്ള മറ്റു ചില ചാനലുകൾ ഒരു വലിയ കണക്ക് ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ അതിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതാണ് നിലവിലുള്ള ദേശീയ ചിത്രം. അതാണ് പ്രേക്ഷകർ കാണുന്നത്. 291 സീറ്റുകളിലേക്ക് NDA എത്തുമ്പോൾ തൊട്ടു പിന്നിൽ വലിയ പോരാട്ടവുമായി ഇന്ത്യ മുന്നണിയുണ്ട്. പ്രധാനമായിട്ടും ഉത്തർപ്രദേശാണ് അതിൽ ഡിസിസീവ് ഫാക്ടറായിട്ട് മാറുന്നത്. കാരണം അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതേപോലെ തന്നെ രാജസ്ഥാനിലും അങ്ങനെ തന്നെയാണ്. ഈവൻ ഗുജറാത്തിൽ പോലും 4 സീറ്റുകളിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രത്യേകതയാണ്. മധ്യപ്രദേശിൽ പോലും 4 സീറ്റുകളിൽ മുന്നിൽ. ചിത്രം തൃശ്ശൂരിൽ വീണ്ടും ചിത്രം മാറുന്നുണ്ട്. സുരേഷ് ഗോപി വീണ്ടും ലീഡ് ഉയർത്തുന്നു. 3428 വോട്ടുകളായി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് നില മാറുന്നുണ്ട് എന്നതാണ് ചിത്രം. UDF അവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു എന്ന് മാത്രമല്ല വലിയ പിന്നിലുമാണ്. BJP 3428 വോട്ടുകൾക്കാണ് സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നത്. സുരേഷ് ഗോപിക്ക് 22,009 വോട്ടുകൾ. LDF-ന് സുനിലിന് 12,581. UDF K മുരളീധരന് കിട്ടിയതാകട്ടെ 14,428 മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ തൃശ്ശൂരിൽ BJP മുന്നിൽ, പത്തനംതിട്ടയിൽ വീണ്ടും UDF ആണ് മുന്നിൽ. ആന്റണി 1869 വോട്ടുകൾക്ക് പത്തനംതിട്ടയിൽ മുന്നേറ്റം തുടരുന്നു. ആറ്റിങ്ങലിൽ LDF ആണ് മുന്നിൽ. തൃശ്ശൂരിൽ വീണ്ടും ലീഡ് ഉയർന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വീണ്ടും കുതിച്ചു കയറുന്നു. 4113 വോട്ടുകളിലേക്ക് ഉയരുന്നു. സുരേഷ് ഗോപിക്ക് കോൺഫിഡൻസ് കുറഞ്ഞു എന്ന വർത്തമാനം ഉണ്ടായിരുന്നു. പക്ഷേ ചിത്രമതല്ല. പക്ഷെ അതിൽ ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് മുരളീധരന്റെ വോട്ടുകളാണ്. മുരളീധരന്റെ വോട്ടുകൾ വളരെ അകലെയാണ്. സുരേഷ് ഗോപിയേക്കാൾ 10,000 വോട്ടുകൾക്ക് K മുരളീധരൻ അകലെയാണ്. പക്ഷേ സുനിലുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്ന. അവസാന നിമിഷം വരെ ഈ ആവേശം തുടരാനാണ് സാധ്യത. LDF-ന്റെ പരമ്പരാഗത കോട്ടകളുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ. അതാണ് BJP ആശങ്കപ്പെടുത്തുന്നത്. സുരേഷ് ഗോപി എന്നാലും ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. 4113 വോട്ടുകൾക്കാണ് തൃശ്ശൂരിലും ലീഡ് തുടർച്ചയായിട്ടും മുന്നേറ്റം. ആലപ്പുഴയിൽ കടുത്ത മത്സരമാണ്. വീണ്ടും KC വേണുഗോപാൽ 1-ാം സ്ഥാനത്തേക്ക് ആലപ്പുഴയിൽ കുതിച്ചെത്തിയിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് നാം ലഭിക്കുന്ന വിവരം. KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മുന്നിലാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു. 4100 കടന്നു സുരേഷ് ഗോപിയുടെ ലീഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ ഓരോ ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ലീഡ് ഉയരുന്നുണ്ട്. ഈ ആദ്യ റൗണ്ട് പൂർത്തിയായി കഴിയുമ്പോൾ 4000 കടന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ദേശീയ തലത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നു.
ദേശീയതലത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയുന്നു. 291 NDA താഴുന്ന സാഹചര്യം ചേർത്ത് വായിക്കണം. 197 ഇടത്തേക്ക് വരുന്നു. നമ്മൾ കണക്ക് നോക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ സഖ്യമാണ് 197. തൃണമൂൽ കോൺഗ്രസ് കൂടി ചേരുമ്പോൾ ഇന്ത്യ സഖ്യം 210 കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 210 ഇന്ത്യ സഖ്യം അങ്ങനെയെങ്കിൽ എത്തും. 197 നിന്ന് 210 മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. NDA 291 താഴുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കണക്ക്. യെസ്, ആലപ്പുഴയുടെ കണക്കിൽ ഔദ്യോഗികമായ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വരുന്നുണ്ട്. അതിങ്ങനെയാണ്: ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ KC വേണുഗോപാൽ 1473 വോട്ടുകൾക്കാണ് മുന്നിലുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് A മാരിഫ് തന്നെയാണ്, ഇടതുമുന്നണിയാണ്. അദ്ദേഹത്തിന് 9638 വോട്ടുകൾ ലഭിച്ചു. തൊട്ടടുത്ത് ശോഭാ സുരേന്ദ്രനുണ്ട് 9585 വോട്ടുകൾ. മഞ്ജുഷ, നമ്മൾ പ്രതീക്ഷിച്ചതല്ല ആലപ്പുഴയിൽ പക്ഷേ KCക്ക് ലീഡ് ഉയർത്തുവാൻ കഴിയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണ്. പാലക്കാട് വിജയരാഘവന്റെ ലീഡ് 3700 LDF പാലക്കാടും ആലത്തൂരും മുന്നേറ്റം തുടരുകയാണ്. ആലത്തൂരിൽ K രാധാകൃഷ്ണൻ ലീഡ്, പക്ഷേ 767 വോട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വിജയരാഘവന്റെ ലീഡ് 3700 ഉയർന്നിരിക്കുകയാണ്. എറണാകുളത്ത് ഹൈബി UDF 5973 ഉയർന്നിട്ടുമുണ്ട്. ഇതാണ് പ്രത്യേകത. തൃശ്ശൂരിൽ ഇപ്പോഴും സുരേഷ് ഗോപിയാണ് ലീഡ് ഇപ്പോൾ 12-7-1 എന്നുള്ളതായിരിക്കുകയാണ്. UDF 12, LDF 7, BJP 1. മാവേലിക്കരയിൽ ഇപ്പോഴും ആദ്യം തൊട്ട് അങ്ങനെയായിരുന്നു LDF ലീഡ്. ആറ്റിങ്ങൽ പക്ഷേ അടൂർ പ്രകാശ് തിരികെ പിടിച്ചു എന്ന് തോന്നുന്നു. കണ്ണൂരിൽ LDF ആണ്. ആറ്റിങ്ങൽ ഇപ്പോഴും LDF ആണ്. കോഴിക്കോട്ട് രാഘവന്റെ ലീഡ് 3000 കടന്നു. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 3000 കടന്നു. കോഴിക്കോട്ട് MK രാഘവൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു. രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും BJP ആണ്. മൂന്നാമതാണ് ഇപ്പോൾ എളമരം കരീം കോഴിക്കോടുള്ളത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. 3000 കടന്നാണ് സംസ്ഥാനത്ത് LDF UDF സ്ഥാനാർത്ഥികൾ അങ്ങനെ തങ്ങളുടെ ലീഡ് നിലകൾ ഉയർത്തുന്നുണ്ട്. എറണാകുളത്ത് 5000 കടന്നു, കോഴിക്കോട് 3000 കടന്നു. 3 ജില്ലകളിൽ മലപ്പുറത്തും ഒപ്പം കൊല്ലത്തും വയനാട്ടിലും 10000 കടന്നാണ് UDF സ്ഥാനാർത്ഥികളുടെ ലീഡ്. മറ്റു മണ്ഡലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ്, അതായത് കോട്ടയം പോലെയുള്ള, പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം. ആറ്റിങ്ങലിൽ കടുത്ത പോരാട്ടമാണ്, കോട്ടയത്ത് കടുത്ത പോരാട്ടമാണ്. തൃശ്ശൂരിലാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലീഡ് നില ക്രമാനുഗതമായി ഉയർത്തുന്നത്. 4200 കടന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ് നില ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ചാലക്കുടിയിൽ 1148 വോട്ടുകൾക്ക് UDF മുന്നിലാണ്. കോഴിക്കോട് MK രാഘവൻ 3000 കടന്നു. മാവേലിക്കരയിൽ LDF 695 വോട്ടുകൾക്ക് മുന്നിലാണ്. ആലത്തൂരിൽ 767 വോട്ടുകൾക്ക് LDF മുന്നിലാണ്. കണ്ണൂരിൽ LDFന്റെ ലീഡ് നില 2007 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്ഥാനാർത്ഥികൾ ലീഡ് നിലകൾ മാറി മറിയുന്നു. രണ്ടാം റൗണ്ട് വോട്ടെണ്ണൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാസർഗോഡ് 2638 വോട്ടുകൾ രാജ്ഭവൻ ഉണ്ടെത്താൻ നേടിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ 3179 മലപ്പുറത്തെ UDFന്റെ ലീഡ്. കോഴിക്കോട് 3171 MK രാഘവൻ കുതിച്ചെത്തുന്നു. വടകരയിൽ UDFന്റെ ഷാഫി പറമ്പിൽ 34 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ വീണ്ടും UDF ലീഡ് നേടിയിട്ടുണ്ട്. അത് 1869 വോട്ടുകളാണ് എന്ന കണക്കാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ സംസ്ഥാനത്തെ ഫല സൂചനകൾ ഓരോ നിമിഷവും മാറി മറിയുന്ന സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് എന്നുള്ളതാണ്. എറണാകുളത്ത് 5000 കടന്ന കാര്യം പറഞ്ഞു. വടകരയിൽ 34 മാത്രമാണ്. കാസർഗോട്ട് UDFന്റെ ലീഡ് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ UDF ആണ് ലീഡിൽ. അത് 360 ആണ്. 1000 മുകളിലേക്ക് ലീഡ് നില തരൂരിന്റെ കടന്നിരുന്നെങ്കിൽ ഇപ്പോൾ 360 തരൂരിന്റെ ലീഡ് നില കുറഞ്ഞിട്ടുണ്ട്. ആറ്റിങ്ങൽ LDF 700 എത്തുന്ന സാഹചര്യമുണ്ട്. ചാലക്കുടിയിൽ LDF ലീഡ് നില 1148 ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കണ്ണൂരിൽ LDF 2007 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കോട്ടയത്ത് 1609 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ അയോധ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്, അയോധ്യയിൽ BJP പിന്നിൽ എന്നാണ്. അയോധ്യയിൽ BJP പിന്നിൽ. UPയിലുടനീളം BJPക്കുണ്ടാകുന്ന വലിയ തിരിച്ചടി അത് അയോധ്യയിലും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ 207 ഇന്ത്യ